ചിന്തിക്കുന്നത് എല്ലാം പറയരുത്, എന്നാൽ പറയുന്നതെല്ലാം ചിന്തിച്ചുകൊണ്ടാവണം. വിശ്വാസവഞ്ചനയോളം വേദന മറ്റൊന്നില്ല. നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ, നമ്മൾ ഒരുപാട് വിശ്വസിച്ചവർ അവസാനം പറ്റിക്കുകയായിരുന്നു എന്ന് അറിയുമ്പോൾ വല്ലാത്ത ഒരു മുറിവാണ് മനസ്സിൽ. എത്ര കാലം കഴിഞ്ഞാലും ഒരിക്കലും മായാത്ത, ആരോടും പറയാനാകാത്ത കനലായി അത് അങ്ങനെ തുടരും. ഒരു പെണ്ണ് ധൈര്യമുള്ളവളായി മാറിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ടാണ്. പെണ്ണ് സന്തോഷവതിയായി മാറുന്നത് എടുക്കുന്ന തീരുമാനങ്ങൾ വിജയിക്കുമ്പോഴാണ്. സ്വന്തം വരുമാനം കൊണ്ട് ജീവിക്കുമ്പോഴാണ് എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കുന്നത്. ഏതു കാര്യവും ക്ഷമയോടെ പരിശ്രമിച്ചാൽ അതിന് തീർച്ചയായും ഫലം ലഭിക്കും. സ്നേഹം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല എല്ലാവർക്കും. കാലം മാറുന്നതിനനുസരിച്ച് കാഴ്ചപ്പാടുകളും മാറുന്നു. ഒരിക്കൽ നമ്മളിൽ കണ്ട ഗുണങ്ങൾ പിന്നീട് കുറവുകളായി തോന്നിയേക്കാം. അവിടെ നമ്മുടെ ത്യാഗത്തിനും പ്രസക്തി ഉണ്ടാവില്ല. സ്നേഹം കടപ്പാടിന് വേണ്ടി മാത്രമാകും. ഈ നിമിഷം നിങ്ങളുടേതാണ്. ഈ നിമിഷത്തിൽ ജീവിക്കുക. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഭൂതകാലം തിരുത്താൻ കഴിയില്ല, എന്നാൽ വർത്തമാനകാലം രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശരിയായ തീരുമാനങ്ങൾ നന്നായി ആലോചിച്ച് എടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഭാവി തന്നെ നിർണ്ണയിക്കും. പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചാൽ അപരിചിതർ പോലും ബന്ധുക്കളാകും. സാധിച്ചില്ലെങ്കിൽ ബന്ധുക്കൾ പോലും അന്യരാകും. സ്വയം തോറ്റുകൊടുക്കരുത്. പരിശ്രമിക്കുക. കഠിനാധ്വാനം ചെയ്യുക. സ്വപ്നങ്ങൾ നേടാനുള്ളതാണ്. ലക്ഷ്യം ഉറച്ചതായിരിക്കണം. മാർഗം മുമ്പിൽ തെളിയും. എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ നമുക്ക് കഴിയണമെന്നില്ല. എന്നാൽ എല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറാൻ നമുക്ക് തീർച്ചയായും കഴിയും. തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം. അല്ലാത്തവയൊക്കെയും കാര്യം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന ചില സ്നേഹപ്രകടനങ്ങൾ മാത്രം. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ തനിയെ ഒഴിഞ്ഞു മാറണം. കൂടുതൽ വേദനിക്കുന്നതിനേക്കാൾ നല്ലത് ഒഴിഞ്ഞു മാറുന്നതാണ്. വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോൾ, അഭിമാനം കൊള്ളുമ്പോൾ ഒന്നോർക്കുക. അവിടെ തകരുന്നത് സ്വന്തം വ്യക്തിത്വമാണ്. അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ്. മറ്റുള്ളവരെ സഹായിക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. എന്തെങ്കിലും ചെയ്യാൻ യോഗ്യമാണെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്ത് സംസാരിച്ചാൽ അത് എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ സൗഹൃദം, അങ്ങനെ എല്ലാം നമ്മളെ അറിയുന്നവർക്ക് കൊടുക്കുക. അല്ലാത്തവർക്ക് നമ്മൾ വെറും നേരം പോക്ക് മാത്രമായിരിക്കും. അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല. അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല. നമ്മുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങളിലും അടിയുറച്ചു നിൽക്കുക. മറ്റൊരാൾക്കും വേണ്ടി മാറാതിരിക്കുക. സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്. മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. ഓർമ്മകളോളം ആഴമുള്ള ഒരു കടലുമില്ല. മൗനത്തോളം ശക്തമായ ഒരു കൊടുങ്കാറ്റുമില്ല. കടന്നു വരുന്ന ഓരോ വഴിയും പിന്നിട്ട ഓരോ ചുവടുകളുമാണ് നമ്മളെ നമ്മളാക്കുന്നത്. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല. ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ സന്തോഷിക്കുന്ന വഴിയിൽ ഒരു തടസ്സമാവാതെ മാറി നിൽക്കാനെങ്കിലും ശ്രമിക്കുക. ആളുകൾ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് കരുതുന്നത് എന്ന് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കണമെന്നില്ല. കാത്തിരിക്കുക. അവസരം വരുമ്പോൾ അവരത് പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും. ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ നമ്മൾ അവർക്ക് നൽകുന്ന പരിഗണനയാണ്. നമ്മളെ അവഗണിക്കുന്നവരെ എത്രയും വേഗം ഒഴിവാക്കണം. ഒരിക്കലും അവരുടെ പരിഗണനയ്ക്കായി നാം കാത്തു നിൽക്കരുത്. ചില വൃക്ഷങ്ങൾ അങ്ങനെയാണ്. സ്വയം വെയിൽ കൊണ്ട് മറ്റുള്ളവർക്ക് തണൽ നൽകും. കല്ലെറിഞ്ഞാലും തിരിച്ചു നൽകുന്നത് പഴങ്ങളായിരിക്കും.
മനുഷ്യരുടെ കൂട്ടത്തിലുമുണ്ട് ഇതുപോലെ. കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാനും ജീവിതപാതയിൽ കാലിടറി വീണവർക്ക് താങ്ങും തണലുമാകാൻ ശ്രദ്ധ കാണിക്കുന്നവർ.